ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും ഇത്തിരി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. താങ്ക് യു. ഇനിയും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. 18 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് തിരിച്ചു പിടിച്ച ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം. ഒരുപാട് പേരുടെ കമന്റ്സ് ഞാൻ കണ്ടു, അവർക്കൊന്നും കിട്ടിയില്ല എന്ന്. അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 10 രൂപയ്ക്ക് വിലയുണ്ടോ? 10 രൂപയ്ക്ക് വിലയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് യുണീക് കോഡ്സ് ഇരിക്കുന്നുണ്ട്. ആ കോഡ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു കോഡിൽ നിന്നും നിങ്ങൾക്ക് 10 രൂപ കിട്ടും. 10 രൂപയ്ക്ക് വിലയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ മാത്രം അറിയുന്നുള്ളൂ. എനിക്ക് അറിയാൻ പറ്റില്ല ഇത് ആരാ റിഡീം ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് റിഡീം ചെയ്തെടുക്കാം. ഈ ക്യാഷ് ബാക്ക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് റീൽ, അത് പോയി കാണാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ഈ പ്രൊമോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾ റിഡീം ചെയ്തെടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടതിന്റെ നെറ്റിന്റെ 10 രൂപ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. 10 പേർക്കാണ് കിട്ടുന്നത്. നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ മറക്കാതെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് പുതിയ ട്രിക്ക് ഒന്നുമില്ല കേട്ടോ, ഈ കോഡ്സ് വെറുതെ പിടിക്കുന്നതുകൊണ്ട് ഞാൻ തന്നതാണ്. അപ്പൊ വേണ്ടവരത് യൂസ് ചെയ്യാൻ, വേണ്ടാത്തവർ യൂസ് ചെയ്യേണ്ട. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 47 റിയാക്ട് ചെയ്തിട്ട് വരാം. അതുപോലെ ഇന്ന് നേരം വെളുത്തു, ബിഗ് ബോസ് ഹൗസിൽ മോർണിംഗ് സോങ് ഇട്ടു. ഈ ബിഗ് ബോസ് ഇവരെ ട്രോളാൻ വേണ്ടിട്ടാണോ ഈ സോങ് ഇടുന്നത്? ആ, ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റാ. ഇതെങ്ങനെ സിംഗാണ്? പെർഫെക്റ്റ് സിങ്ക്. എഡിറ്ററിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തായാലും കൊള്ളാം. മറ്റൊരാളെ അനുകരിച്ച് നടക്കേണ്ടത് എന്ന ചോദ്യത്തിന് അടുത്തൊരു അറിയിപ്പായിരുന്നു. ഹോട്ട്സ്റ്റാറിന്റെ ആപ്പിൽ ഫാൻ സോൺ എന്ന് പറഞ്ഞൊരു കോൺടെക്സ്റ്റ് ഉണ്ട്. അതിൽ ഓഡിയൻസിന്റെ പോൾ അനുസരിച്ച് ശ്രീരേഖ ചേച്ചി അതിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ അനുകരിച്ച് നടക്കണമെന്നാണ് ഓഡിയൻസ് സെലക്ട് ചെയ്തത്. റസ്മിനെയാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശ്രീരേഖ അനുകരിക്കാൻ എടുത്തത് ജസ്മിനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നിർത്ത്, എനിക്ക് ഇഷ്ടല്ല. ശ്രീരേഖ ചേച്ചി 1-2 ആക്ട് ഒക്കെ ചെയ്തപ്പോ സൂപ്പർ ആയിരുന്നല്ലോ. അപ്പൊ അതേപോലെ ശ്രീരേഖ ചേച്ചി വിചാരിച്ചു ഇതും സൂപ്പർ ആവുന്നു. 1-2 ഒക്കെ നൈസ് ആയെങ്കിലും പെർഫെക്റ്റ് രശ്മിൻ ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നതൊന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. ശരി, എന്റെ ശ്രീരേഖ ചേച്ചി രശ്മിൻ അനുകരിക്കാൻ ഈസി അല്ലേ? ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞാ വേണോട്ടാ, കുഞ്ഞാ വേണോട്ടാ, വിഷമം വന്നോട്ടാ, ഇത്രയും പറഞ്ഞാൽ മതി. കറക്റ്റ് രശ്മിന. ഈശ്വര, എന്താ സിബിനും പൂജയും. അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, പൂജയും സിബിനും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു. സ്റ്റിൽ സിബിൻ, ഞാൻ ചോദിക്കുന്നു, വൈ മാൻ? പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. സായി അഭിഷേകിനോട് പറയാം, ഇങ്ങനെ ഇറങ്ങിപ്പോണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്റെ പൊന്ന സായി, നീ പോയിട്ട് അവിടെ വാഴ പോലെ നിക്കണത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ദേഷ്യമാണ്. എല്ലാവരും സിബിനും പൂജയും പോയ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കാരണം ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ വിഷമിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും വേണമല്ലോ. അത് കഴിഞ്ഞ് ഒരു ഡാൻസ് കേസിലായിരുന്നു. ആരാ കളിക്കുന്നേ? ശ്രീതു. നോ, അഭിഷേകായിരുന്നു കളിച്ച കുഴപ്പമില്ല. നോറത്തേക്ക് എന്ത് പറ്റി? പണ്ടത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ. ആ കലവില സൗണ്ട് ചീവിയുടെ ഒച്ചൊന്നും കേൾക്കാണ്ടൊരു സുഖമില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നേ. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം. ഇവിടെ കുറെ പേരുണ്ട്, പക്ഷെ കേൾക്കാൻ അറിയില്ല. ഓ, മര്യാദ കളിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറയാൻ പറ്റിയാല് ശരി, ഇപ്പൊ വിളിക്കാം. കേൾക്കാൻ ഒരാൾ മതി. ശരി രശ്മിനെ, അല്ല നിനക്ക് കേൾക്കാൻ ആരുമില്ല? അപ്സര ഇന്നലെ നിന്റെ അടുത്ത് വന്നിരുന്ന് കേൾക്കണ്ടായിരുന്നല്ലോ. എന്റെ സ്റ്റോറേജ് ഫുള്ളാ, ഭയങ്കരമായിട്ട് ഫുള്ളാണ്. എന്തായാലും ബിഗ് ബോസ് വിളിക്കും. എനിക്ക് പുറത്തേക്ക് ഇടണം. ഇപ്പൊ വിളിക്കും ബിഗ് ബോസ്, എന്തായാലും വിളിക്കും ബിഗ് ബോസ് ഏട്ടൻ. ബിഗ് ബോസ് ബി ലൈക്ക്, പറയൂ രശ്മിനെ, എന്താണ് മോളുടെ സങ്കടം? ഏട്ടനോട് പറ. മിക്ക ആൾക്കാരും കേട്ടിരിക്കുന്ന ആള് ഞാനാ. ചേടാ പാവം. പക്ഷെ എനിക്ക് പറയാൻ കേൾക്കാൻ ആരുമില്ല. ശരി,
പക്ഷെ എന്നെ എന്തൊക്കെയോ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നു. ജാസ്മിനെ നിനക്കും അലക്കി വെളുപ്പിക്കണം. ഇത് കാണുമ്പോ ഞങ്ങൾക്ക് അറിയാം ഇത് അഭിനയമാണ്, വെളുപ്പിക്കലാണെന്ന്. പിന്നെ എന്തിനതൊക്കെ ചെയ്യുന്നേ? ജാസ്മിന്റെ പ്രശ്നം ചെറുതായിട്ട് എന്നെ കൂടി എഫക്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിന് ഈ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. രശ്മിൻ, നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ സ്വന്തമായിട്ട് കളിച്ച് ജയിക്കൂ രശ്മിനെ. എന്നിട്ട് ട്രോഫിയും കൊണ്ട് വാ. റസ്മിൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികം. പഴയതുപോലെ താങ്ക് യു ബിഗ് ബോസ്. അത് ശരി, എനിക്ക് ഭയങ്കര മനോവിഷമമാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ തലയിൽ ലോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഹാപ്പി ആയ ഇതെന്ത് മറിമായം? മുംബൈയിലെ സൈക്കോളജിസ്റ്റിനെ പറഞ്ഞിട്ടോ, ഇനി ബിഗ് ബോസ് മതി. പോകാം. താങ്ക് യു. നിന്നെ കേൾക്കാൻ ഒരാൾ ഇവിടെ ഇല്ല എന്ന് തോന്നിയോ 2 ദിവസം അപ്പൊ അപ്സര നമ്മുടെ രശ്മിനോട് ചോദിക്കുകയാണ്, നിനക്ക് ആരും സംസാരിക്കാനില്ല എന്ന് തോന്നിയാ? ആയിട്ട്? കേൾക്കാൻ ആളില്ലാത്ത പോലെ തോന്നി. അത് അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ജാസ്മിൻ തേ കിടക്കണ് ഉറങ്ങാണോ? മെഡിക്കൽ റൂമിൽ പറഞ്ഞു. ഇവര് പിരിഞ്ഞില്ലേ പുല്ല്? ഇന്നലെ നിർത്തി പോയതായിരുന്നു, ഇന്ന് കാണുമല്ലോ. ചോദിച്ചില്ല. മൂക്കള കുറച്ചാ കൈ പിടിച്ചിരിക്കണ്. എങ്ങനെ സാധിക്കണ്ടു പോയി? ഈ ബിഗ് ബോസ് ഇപ്പൊ ജനറൽ വാർഡാക്കിയോടെ ഇടി കിട്ടിയവർ ഒരു സൈഡില്, ചുമക്കുന്നവര് വേറൊരു സൈഡില്. ഗബ്രി വിളിച്ചിട്ട് ജാസ്മിൻ ഇറങ്ങി പോണു. ഇത് അടി തന്നെ, ഇത് അടി തന്നെ. ദേഷ്യം പഠിപ്പിക്കാനല്ല എനിക്ക്. പിന്നെ വന്നിരിക്കുന്നു. ജാസ്മിൻ തന്നെ കമ്മിറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിജോ, എന്റെ പൊളിച്ചെഴുത്തലുകൾ ജാസ്മിനിൽ നിന്ന് തുടങ്ങാം. നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. നിന്റെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? നീ എന്തുമാത്രം പെയിൻ പൊളിയൂലേ? പിന്നെ പൊളിയില്ല അർജുനെ, പൊളിയും. ഇത് തന്നെയാണ് ശ്രീധുവിന്റെ കൂടെ നീ കൊഞ്ചി കുഴയുമ്പോ എനിക്കും തോന്നുന്നത്, എനിക്ക് പൊളിയും. നിനക്കത് പുറത്തുള്ളവർക്കാണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പുറത്തുള്ളവർക്ക് ഉത്തരം കൊടുക്കണം. ഞങ്ങൾക്ക് ഈ ഉത്തരം കേട്ട് കേട്ട് മടുത്തിടെ, ഒന്ന് നിർത്ത്. അവര് തന്നെ പറയുന്നുണ്ട് പുറത്തെ ഇമേജ് കോൺഷ്യസ് അല്ലെന്നും പറയുന്നുണ്ട്. ജബ്രി കോംബോ റൂമിലിരുന്ന് ഓരോന്ന് പറയും. സിജോയും അർജുനും പറഞ്ഞ കൗണ്ടറുകൾ എഡിറ്റർ ബ്രോ അവിടെ കൂട്ടിച്ചേർക്കും. ബ്ലെയിം ഹാഫ് ഓഫ് ദിസ് ഓൺ ഹർ. അങ്ങനെ അതങ്ങനെ ആകാതിരിക്കുന്നത് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഡയലോഗിന് ഇവരുടെ കൗണ്ടർ ആയിട്ട് കുറെ നേരം ആ സംഭാഷണം അങ്ങോട്ട് പോയി. ഞാൻ മാത്രമാണ് കാരണക്കാരി. എന്നെ വിളിച്ചോ? അല്ലെങ്കിൽ വേണ്ട, ഒരു മൈൻഡ് ഇല്ല, അങ്ങോട്ട് പോവാം. നീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജസ്റ്റ് ഫ്രണ്ട്സ് നിനക്ക് ആവാൻ പറ്റില്ല എന്ന്. പിന്നെ ആരാ? ഇവരത് മനസ്സിലാക്കുന്നില്ലല്ലോ ഇപ്പോഴും. നീ എന്റെ ജസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട് അല്ല പിന്നെ ആരുടെ? പൊട്ടിക്കറിയുണ്ട് ജാസ്മിൻ. ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ക്ലാരിറ്റിയിലേക്ക് പോവാണ് ഗബ്രി. പൊട്ടിക്കറിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാര്യത്തിൽ മാറിയാ? കണ്ണീരെവിടെ? എന്താണ് ക്ലാരിറ്റി? എന്താണ് എനിക്കറിയില്ല. എന്റെ പൊന്ന് ഗബ്രി ജാസ്മിൻ, നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നാമത്തെ ഫാക്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്ത് നാണക്കേടായാലെന്നുള്ള സംഭവമുണ്ട്. അർജുന് കാര്യം മനസ്സിലായി. എന്റെ പൊന്ന് ബിഗ് ബോസ്, ഇന്നലെ നിങ്ങൾ ഇത് തന്നെയല്ലേ കാണിച്ചത്? ഇന്നും വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ? മാറ്റിയെടുക്കാം. ഐ ലവ് യു, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ. ഇവർക്ക് ഡ്രസ്സും വരുന്നില്ല, കുറെ ഇപ്പോഴും വരുന്നില്ലെന്ന് തോന്നുന്നു. ഡ്രസ് ഒന്നും വന്നില്ല, എങ്ങനെ അയക്കാനാണ്? ഇതെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടണേ. വീട്ടിൽ അയക്കാറില്ല, അയക്കുന്നില്ല. ഞാൻ എല്ലാരെയും ചതിക്കാണ്, കൂട്ടത്തോടെ ചതിക്കാണ്. എന്ത് ചതി? സമ്മതിച്ചൂല, ചതിച്ചൂന്ന് അത് കേട്ടാ മതി. നിനക്ക് പ്രണയം തോന്നുന്നുണ്ട്, അതാണോ നീ പറഞ്ഞു വന്നത്? മേ ബി ആവാം, അറിയില്ല. ആണ്, മേ ബി ആവാം, അല്ല ആണ് ആണ്. നിനക്ക് പ്രണയം തോന്നുന്നുണ്ട്, തെറ്റാണോ? പ്രണയം തോന്നുന്നത് തെറ്റാണോ? തെറ്റാണോ? പറ, തെറ്റാണോ? ആണ്. ശരി എന്നാ എനിക്കത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? എനിക്കത് തെറ്റാണ്. എന്റെ പൊന്ന് ഗബ്രി, പ്രണയം തോന്നുന്നതും തെറ്റല്ല, പ്രണയം തോന്നാത്തതും തെറ്റല്ല. പക്ഷെ പ്രണയം തോന്നിയിട്ട് പ്രണയം തോന്നിയതുപോലെ കാണിക്കുന്നതാണ് തെറ്റ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ റീവൈൻഡ് അടിച്ച് കാണും. എന്റെ പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് നീ തെറ്റെന്ന് പറയുന്നത്. ആയിരിക്കാം, എനിക്കത് തെറ്റാണ്. എനിക്കും തെറ്റാണ്, നിനക്ക് മാത്രമല്ല. എനിക്കത് കേക്കണ്ട. ഇവിടെയുള്ള എന്റെ പൊന്ന് ജാസ്മിനും ഗബ്രി, ഞങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞൊന്ന് നിർത്ത്. സി ഗബ്രി, അതിന്റെ ക്ലാരിറ്റി നീ എനിക്ക് ഇന്നലെ തന്നു കഴിഞ്ഞു. ഗെയിമല്ല, നീയാണ് എനിക്ക് പ്രധാനം. നീ കപ്പടിച്ചാൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നു പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയണത് കേട്ടടേ. നീ എനിക്ക് പിന്നെ എനിക്ക് നീ ഇരുന്ന് അതിന്റെ ക്ലാസ് എടുത്ത് തരണ്ട. നിർത്തുവോ? അത് നിന്റെ ബേസിക് കാര്യമാണ്. ശരി, നിനക്ക് ക്ലാരിറ്റി തന്നിട്ടില്ല, ഞാൻ എന്റെ ക്ലാരിറ്റി അവിടെ റസ്മിനോട് പറഞ്ഞു. എന്റെ ക്ലാരിറ്റി ഞാൻ റസ്മിനോട് പറഞ്ഞു, നിനക്ക് ക്ലാരിറ്റി ഞാൻ തന്നിട്ടില്ല. നിന്റെ ക്ലാരിറ്റി 2 ക്ലാരിറ്റി ആണോ? അല്ല, ജാസ്മിന് കൊടുക്കാനുള്ള ക്ലാരിറ്റി കൊടുക്കാനല്ല എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഗബ്രിയുടെ ക്ലാരിറ്റി എന്താ എന്ന് ചോദിച്ചു. ഗബ്രിയുടെ ക്ലാരിറ്റി എന്താന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ജാസ്മിൻ പറഞ്ഞത് ഗബ്രിക്ക് കൊടുക്കേണ്ട ക്ലാരിറ്റി അല്ല,
ജാസ്മിനുള്ള ക്ലാരിറ്റിയാണ് ജാസ്മിൻ പറഞ്ഞത്, മനസ്സിലായോ? ഇനി ഇതിന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടി കേൾക്കണം. സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യന്മാർ ഒരു എനിക്ക് കേൾക്കണ്ട ഗബ്രി ടോപ്പിക്ക്. അത് ക്ലീഷേ, അതായത് ജാസ്മിനുള്ള ക്ലാരിറ്റിയാണ് ജാസ്മിൻ പറഞ്ഞത്. ഇനി ക്ലാരിറ്റി എന്നൊരു അക്ഷരം നിങ്ങൾ മിണ്ടിയ അവന്റെ അമ്മൂമ്മയുടെ ഒരു ക്ലാരിറ്റി 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 തേങ്ങ കൊല. എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമുണ്ട്. ഇതിനൊന്നും ഒരു അന്ത്യമില്ലടേ. റീൽസിലൊക്കെ കലിപ്പന്മാരും കാന്താരിമാരും ഇവിടെ ടാറ്റു അടിക്കും, ഇവിടെ ടാറ്റു അടിക്കും, ഇവിടെ ടാറ്റു അടിക്കും, ഇവിടെ ടാറ്റു അടിക്കും. സെയിം നെറ്റത്തെ എഴുതി ഒട്ടിച്ചാണ് ജാസ്മിൻ. ക്രിഞ്ച് എക്സ്ട്രീം അൾട്രാ പ്രോ. എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ നെറ്റത്തെ ടാറ്റും ഇനി ജാസ്മിനെ കൊണ്ട് ഇവിടെ കടിപ്പിച്ചിട്ട് അത് ടാറ്റു ആക്കും. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. താല്പര്യമില്ല? ശരിക്കും താല്പര്യമില്ല? സന്തോഷം. ഇതിനോട് താല്പര്യമില്ല. ആ ഒരു ടോപ്പിക്കിനോട് താല്പര്യമില്ല. വേണ്ട. ഫ്രണ്ട്സിന് മുകളിലോട്ട് എന്നുള്ളൊരു അതിനില്ല. അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതെനിക്കിനി ഇല്ല. എനിക്ക് നീ എന്റെ ക്ലോസ് ഫ്രണ്ട്. ആകെ എനിക്ക് 4-5 ഫ്രണ്ട്സേ ഉള്ളൂ. 5-ന്ന് 10ലേക്ക് വന്നു. നീ പ്രണയമാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ബ്രോ. ശരി, പ്രണയമാണെന്ന് പറയുകയും ചെയ്യും, ബ്രോന്ന് വിളിക്കുകയും ചെയ്യും. എന്തുവാടേ? കഴിഞ്ഞിട്ട് 48ാമത്തെ എപ്പിസോഡ് വരെ ഉള്ളത്. അയ്യോ എന്റെ ഗബ്രി, എനിക്ക് ചിരിക്കാൻ വയ്യ. ഞാനിവിടെ ഉറക്കെ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ വിളിച്ചു പറയും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഒരു സ്കിറ്റാണ് ബിഗ് ബോസ് ക്രൂവിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ. രാത്രി കലാപരിപാടിയായിട്ട് ബിഗ് ബോസിലെ ബാക്ക്ഗ്രൗണ്ടിലെ ക്രൂവിന്റെ ഒരു സ്കിറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. ചലഞ്ച് 3 ഡേഞ്ചർ സോൺ. അത് കഴിഞ്ഞ് വന്നട നമ്മുടെ പവർ ടീമിൽ കയറാനുള്ള ടാസ്ക്. ജാക്കറ്റ് ധരിക്കുക. ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഡേഞ്ചർ കോയിൻ പിടിക്കണം. ബസ് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സെയിം ഐറ്റം, മറ്റേ വെൽക്രോന്റെ ഒരു ഡ്രസ് തരും, അതും മറ്റേ കോയിൻ ഒട്ടിക്കണം. സിമ്പിൾ. അവരിൽ ഒരാളുടെ ദേഹത്ത് കോയിൻ ഒട്ടിക്കുക. മത്സരം അനൗൺസ് ചെയ്തപ്പോ തന്നെ അൻസിബ ഞാൻ ഓടിച്ചോ. ഓരോ റൗണ്ടിലും ലഭിക്കുന്ന സമയപരിധി. റൗണ്ട് കുറയണ്ട. താങ്ക്സ് ബിഗ് ബോസ്. ഞാൻ പോയിട്ട് പെട്ടെന്ന് കോയിൻ പോയി എടുക്കാൻ നിൽക്കരുത്. ജിൻഡോന്റെ ടീം പ്ലാൻ ചെയ്യുകയാണ്. ജാസ്മിന്റെ ബുദ്ധിയാണ് വർക്ക്ഔട്ട് ആവുന്നത്. എന്താ നോക്കാം. ദേഹത്ത് അത് ഒട്ടിയില്ല. അത് ഗബ്രി തന്നെ പോയി എടുത്തോട്ടെ. ഭയങ്കര ബുദ്ധി. എറിഞ്ഞ കോയിൻ നമ്മുടെ കയ്യിലേക്ക് ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേക്ക്. ജിൻഡോ അല്ലപ്പ ഓക്കെ. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ടീമിന്റെ ആളുണ്ട്, എന്നാ മാത്രം എടുത്താൽ മതി. സായുടെ ബുദ്ധി. സാധനം വരുമ്പോൾ ബ്ലാങ്കറ്റ് വെച്ചോ പില്ലോ വെച്ചോ ബ്ലോക്ക്. നല്ല മണ്ടൻ ബുദ്ധി. മത്സരം തുടങ്ങി. ദേ ജിൻഡോ. ജിൻഡോ നീ എന്തിനാണ് അത് പോയെടുത്ത്? ജാസ്മിൻ നേരത്തെ അവരെറിഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞത് ജിൻഡോ കേട്ടത് എടുക്കണം എന്നാ തോന്നുന്നത്. അത് ശരി, 2 റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഈ മണ്ടന്മാരെന്ന് നോക്കൂ. അയ്യോ ഇവന്മാർക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നേ? ഇതാരോ ഒളിച്ചിരിക്കണേ. പിടിവലി. ജിന്റെ കോയും കൊണ്ട് ഋഷിയുടെ മേത്ത് ഒട്ടിച്ചിട്ട് അവിടെ തന്നെ പിടിച്ചോണ്ടിരുന്നു. കൈയെടുത്താലാണല്ലോ അവരെടുത്ത് നമ്മുടെ മേത്ത് ഒട്ടിക്കുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അങ്ങനെ ബസറടിക്കുന്നവരെ 3 പേരും കൂടി പിടിവലി നടത്തി. കോയിൻ ഋഷിയുടെ മേത്തിരുന്നത് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് പവർ ടീം തോറ്റു. ഋഷി പറയാണ് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, ഇങ്ങനെ മേത്തൊന്നും പിടിക്കാൻ പാടില്ല. അപ്പൊ ജാസ്മിൻ ഇടപെട്ടു. അതെ എന്റെ കൈമ പിടിച്ചുല്ലോ, അതെന്താ ഫിസിക്കൽ അസോൾട്ട് അല്ലേ? ഋഷി എന്തൊക്കെയോ വിളിച്ച് പറയണ്ട്. നമ്മൾ കാര്യാക്കണ്ട, നമുക്ക് ബാക്കി കാണാം. നീ പറഞ്ഞോ, നീ പറഞ്ഞില്ല കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും ഋഷി ഔട്ടായി. അല്ലെ ജിൻഡു എന്തിനാ ശരണ്യയുടെ മേത്ത് തന്നെ ഒട്ടിക്കുന്നു പറയണേ? ഇവന്റെ മേത്ത് ഒട്ടിച്ചാ പോരെ? ഗബ്രി തൊട്ടടുത്തിക്കണം, അവന്റെ മേത്ത് ഒട്ടിച്ചൂടെ?
ഇന്നൊരു അടി നടക്കാൻ ചാൻസ് ഉണ്ട്. ജിൻഡോ ശരണ്യയുടെ മേത്ത് ഒട്ടിക്കാൻ പോയപ്പോ ഗബ്രി ഇങ്ങനെ വട്ടം പിടിച്ചു. അപ്പൊ ജിൻഡോ ഗബ്രിയുടെ ബാക്കിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. രണ്ടുപേരും കൂടി പിടിവലിയായി. എന്തൊരു വീഴ്ചയാണ് മോനെ അത്. ഇങ്ങനത്തെ ടാസ്കുകളാണ് നമുക്ക് കാണാനുള്ളത്. എന്നിട്ട് സംഭവിച്ചു, ആക്രമണം പാടില്ല. എന്റെ പേര് കിടന്ന് അടി കൂടുമ്പോ നോക്കി നിക്കുന്നോടാ തെണ്ടികളെ. ആക്രമിക്കാൻ പാടില്ല. ജിൻഡോ ബിഗ് ബോസ് ആക്രമണം പാടില്ല. ഇല്ല ബിഗ് ബോസ്, ഞങ്ങൾ കഴുത്തിന് കുത്തിപ്പിടിക്കും. ഗബ്രി ആക്രമിക്കാൻ പാടില്ല. വിടുക. ഗബ്രി ജിൻഡോന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ജിൻഡോ പുറത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എവിടെ ബിഗ് ബോസ് പറഞ്ഞാണല്ലോ വിടണ്. ലാസ്റ്റ് എല്ലാരും കൂടി രണ്ടുപേരെ പിടിച്ച് വലിച്ചത് ഇങ്ങനെ തൂക്കിയിട്ടു. ഇതെന്താ കോഴിയാ? സായി എന്തിനാണ് കാലിങ്ങനെ നോക്കിയെന്ന് വെച്ചാണ്. എന്റെ ഗബ്രി, ജിൻഡോ അറിഞ്ഞൊരു പിടുത്തം പിടിച്ചാണ്ടില്ല. നീ അവിടെ കിടക്കും. വെറുതെ അയാളുടെ അടുത്ത് അടി കൂടാൻ പോണ്ട. നിനക്ക് പറ്റണ ആൾക്കാരില്ലേ, ജാസ്മിൻ ജസ്മിൻ, അവരുടെ അടുത്തേക്ക് വെക്കോ. അയാളുടെ അടുത്ത് പോണ്ട. കൈയുടെ ഇടയിൽ പോയി തന്നെ നീ, ഞാൻ പറയണ്ടല്ലോ പിന്നത്തെ അവസ്ഥ. ജിൻഡോനെ അതിന്റെ ഇടയ്ക്ക് മാന്ത് കിട്ടി. എന്റെ പൊന്നടാവെ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും. പ്രശ്നമില്ലായിരുന്നു, ഞാൻ പിടിച്ചിരിക്കൂലേ. എനിക്കൊരു പ്രശ്നമില്ല. പോയി എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ പിടിച്ചിരിക്കൂലേ. ശ്വാസം വിടാൻ പറ്റുള്ള എന്താണ്. ഞാൻ അവനെ പിടിച്ചോണ്ട് നിക്കില്ലേ? നിങ്ങൾ ഒന്നിനെ പിടിച്ച് മാറ്റാൻ വന്നേ. അതെനിക്കൊരു സിമ്പിൾ സാധനമായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. കുറച്ചേരം കൂടി നിന്നെങ്കിൽ ചത്തു കഴിഞ്ഞ രണ്ടും പൊട്ടിയതൊന്നും എനിക്കൊരു സീനിലട മോനെ. നിങ്ങൾ എന്നെ പിടിച്ചു മാറ്റി ഞാൻ കളി അയച്ചേനെ. ഇവളെന്ത് ഇവിടെ ഇരിക്കണേ? സ്വന്തം ടീമിലെ ജിൻഡോന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ട് അവിടെ പോയിരിക്കാണ്ട് ഗബ്രിയുടെ അടുത്ത് വന്നിരിക്കുന്നു. സിജോ എന്ത് പിടിയടാ നീ പിടിച്ച ശ്രീതു. ഇവരൊക്കെ എന്താ പറയുന്നേ? ആരെങ്കിലും ഒന്ന് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഇങ്ങനെ നൈസായിട്ട് ഗെയിം ഒന്നും കളിക്കാണ്ട് നൈസായിട്ട് സൈഡിൽ കൂടെ ഏത് തിന്നും കുടിച്ചും രണ്ട് ആക്ട് മോണാക്ട് ഒക്കെ ചെയ്ത് നൈസായിട്ട് വെക്കോളാം. നോറ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാണ്. ഇത് വല്ലാത്ത ദിശയായി പോയില്ല. ഞാൻ ഒട്ടിച്ചപ്പോ അവിടെ എന്നെ പിടിച്ചത് ആദ്യം. ഫസ്റ്റ് അവിടെ കണ്ടു, ഇവിടെ കണ്ടു. ശ്രീധുവിന് ഒരേ എക്സ്പ്രഷൻ തന്നെ. അങ്ങനെ എടുത്തോണ്ട് ഇവിടെ വെച്ചാണ്. എനിക്ക് അത്ര ബലം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് ബാക്കിയുള്ളൊരു എന്റെ പൊന്ന് ഋഷി, നീ പോ. ഇത്രയും സിറ്റുവേഷൻ എത്ര എന്തിനാണ്? ഫസ്റ്റ് റൗണ്ട് ഔട്ട് ആയിട്ട് നല്ല വിഷമമുണ്ടല്ലോ ഋഷി. പോട്ടർ പോലെ ഇതൊക്കെ ഗെയിം ആയിട്ട് എടുക്കുക. സ്പോർട്സ് മാൻ സ്പിരിറ്റിലെ എന്റെ പൊന്നു ഋഷി, നീ എന്തിനാടാ ഇത് എന്നോട് പറയുന്നതെന്ന് വളരെ നീ ഒച്ചെടുക്കണത് ബെസ്റ്റ് ആൾക്കാരോടാ. അർജുൻ, നോറ, പിന്നെ ആരുടെ അവിടെ CID രാംദാസ് വരുന്നുണ്ടല്ലോ. എന്ത് പറയാനാണോ? അല്ലാതെ എന്നെ പിച്ചി മാന്തി എന്താ നടയത്? ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അടി ഉണ്ടാവുന്നു. ഇതൊക്കെ റെക്കോർഡാക്കി വെച്ചാ. കളിക്കാൻ അറിയില്ല എന്നോട് ചോദിക്കേ, ഞാൻ പറഞ്ഞു തരൂല. ചിരി വിജയ് കൊല്ലു എന്റെ രാംദാസേ. കെട്ടിപ്പിടിച്ച് ഉമ്മോടുക്കാൻ പോണ്. ഇപ്പമാര് വലിയ കോമഡി ആണല്ലോ. ഈ ശ്വാസം മുട്ടുള്ളവരെയൊക്കെ പിടിച്ച് ഗെയിം കളിപ്പിക്കുന്ന എന്റെ ബിഗ് ബോസ്, അവർക്ക് പറ്റുന്ന ടാസ്ക് കൊടുത്താൽ പോരെ. സെക്കൻഡ് റൗണ്ട് നമ്മുടെ അൻസിബ ഔട്ടായിട്ട് പവർ ടീം ജയിച്ചു. തേർഡ് റൗണ്ട് തുടങ്ങി. അമ്മാരിന്ന് തോക്കും. ഇത്ര ആൾക്കാരോട് ഓടിക്കളിക്കുമ്പോ നീ അവിടെ ഒളിച്ചിരിക്കുന്നോടെ ശരണ്യെ. ജാസ്മിൻ ഒട്ടിക്കാൻ ചെല്ലും, ഗബ്രി തട്ടി മാറ്റും. ജാസ്മിൻ ഒട്ടിക്കാൻ ചെല്ലും, ഗബ്രി തട്ടി മാറ്റും. ജാസ്മിൻ ഒട്ടിക്കാൻ ചെല്ലും, ഗബ്രി തട്ടി മാറ്റും. അങ്ങനെ അങ്ങനെ ലാസ്റ്റ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ശ്വാസവും കിട്ടണില്ല. ഇങ്ങനെ അടിച്ചങ്ങോട്ട് വീണു. അങ്ങനെ പവർ ടീം രണ്ടാമത്തെ റൗണ്ടും ജയിച്ചു. ജിൻഡോ വേഴ്സസ് ഗബ്രി ആൻഡ് ശരണ്യ.
മത്സരം തുടങ്ങി. ജിൻഡോ ഞാൻ എടുക്കാം, അല്ല നീ എടുക്ക, എന്റെ മേൽ തൊട്ടില്ല, നീ എടുത്തോ. ശരണ്യ വന്നു. ജിൻഡോ ശരണ്യനെ ഗബ്രീനെ ഇങ്ങനെ പിടിക്കുന്നു. ഇയാൾക്ക് എന്തൊരു ആരോഗ്യം ഇത്. പക്ഷെ ജിൻഡോ തളരാത്ത പോരാളിയാണ്. പുള്ളി വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പുള്ളി ശരണ്യനെ ടാർഗറ്റ് ചെയ്ത് ഓടുന്നു. ശരണ്യ പുറത്തേക്ക് ഓടുന്നു. ശരണ്യയുടെ പുറകെ ഓടുന്നു. ശരണ്യയുടെ പുറത്തോട്ടിരിക്കുന്നു. ജിൻഡോട് ഇപ്പൊ നമ്മുടെ ഗബ്രി ബ്ലോക്ക് ചെയ്യാൻ പോലെ ഇങ്ങനെ നിന്നു. ജിൻഡോ ഗബ്രിനെ പിടിച്ചിട്ട് അട്ട് തള്ളു. റോട്ടിൽ നിന്ന ജാസ്മിനെ ഒരു തള്ളു. ജിൻഡോ ഞാൻ ജയിച്ചടാ. പുറത്ത് ഡിസ്ക് ഉണ്ട്. ജാസ്മിൻ എന്റെ തണ്ടല്ലേ പോയി. ജിൻഡോ പിന്നെ മോടി ശരണ്യനെ പിടിച്ചു പുറത്തൊട്ടിച്ചു. ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോ ഗബ്രി പിടിച്ചു നിർത്തുന്നു. ശരണ്യ ഇപ്പുറത്തൂടെ വരുന്നു. ഡിസ്ക് പുറത്തൊട്ടിക്കുന്നു. ജിൻഡോ ആരാമോൻ ശരണ്യയുടെ കൈമ പിടിക്കുന്നു. ഡിസ്ക് എടുക്കുന്നു. കഴുത്തി കുത്തി പിടിച്ച് രാട്ടൊടിക്കും. ശരണ്യയും അപ്പുറത്ത് കിടന്ന സാധനങ്ങളും എല്ലാം താവിട് ഓടി. ജിൻഡോ മര്യാദയ്ക്ക് ശരണ്യയുടെ മേൽ തൊട്ടിച്ചതാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്ന് കഴുത്തി പിടിക്കില്ലേ, അടിയിട്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പിടിച്ച് മാറ്റി. പക്ഷെ ആ ഒട്ടിക്കുന്നതിന്റെ ഗ്യാപ്പിൽ ശരണ്യക്ക് നല്ലത് കിട്ടി. എല്ലാരും കൂടി പിടിച്ചു വലിച്ച് ജിൻഡോനെ താഴെ ഇട്ടു. ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, മത്സരം നിർത്തുക. മത്സരം നിർത്തുക. ശരണ്യ മലയാളത്തിൽ പറഞ്ഞോളെ. നിങ്ങൾ പിടിക്കുന്ന രീതി കറക്റ്റ് അല്ല. ഞാൻ വിചാരിച്ചു ഈ കേസിൽ എല്ലാരും ജിൻഡോനെ കുറ്റം പറയുന്നത് കേട്ടു. ഞാൻ ആരുടെ സൈഡൊന്നും പിടിക്കാനില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ജിൻഡോ ഓടാൻ പോയപ്പോ തടഞ്ഞു നിർത്തിയതാരാ? ഗബ്രി. ജിൻഡോനെ രണ്ട് സൈഡിൽ നിന്നും ബ്ലോക്ക് ചെയ്തതാരാ? ശരണ്യം ഗബ്രി. അപ്പൊ ശരണ്യ നമ്മുടെ മേത്ത് ഒട്ടിച്ചുകൊണ്ട് പോകുമ്പോ ഓട്ടോമാറ്റിക്കലി ശരണ്യനെ പിടിച്ച് ജിൻഡോക്ക് ഒട്ടിച്ചൂടെ? പിടിച്ചൊട്ടിക്കാം. പക്ഷെ ആ പിടുത്തത്തിന് ഇത്തിരി സ്ട്രോങ് കൂട്ടി പോയത് എന്റെ കുഴപ്പമാണോ? അല്ലല്ലോ. ഷൈന് ഇത്രയും വിക്ടിം കാർഡ് കളിച്ച് ജിൻഡോന്റെ തല എനിക്ക് ഇത്ര കുറ്റം വെക്കേണ്ട ആവശ്യമില്ല. എന്റെ ജിൻഡോ ആ പവർ റൂം നമുക്ക് വേണ്ടതേ. ഗബ്രി അവരെടുക്കട്ടെ. അവരുടെ നിലനിൽപ്പിന്റെ കാര്യമല്ലേ. പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരണ്യയും ശ്രീരേഖയും ഒക്കെ 2 ആഴ്ച താണ്ടോ. അവര് കുറച്ചാളും കൂടി അവിടെ നിക്കട്ടെ. അതിന്റെ അടിക്ക് നമ്മുടെ ജാസ്മിനും നന്ദനയും കൂടി പൊരിഞ്ഞടി. ഒരു അടി കണ്ട കാലം മറന്ന്. നമ്മളെല്ലാവരും പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് നന്ദന പറഞ്ഞത്. നീ 2 വഞ്ചിയിൽ കാല് വെച്ച് ഉണ്ടാക്കല്ലേ. ചിരിപ്പിച്ച് കൊല്ലവര്. എന്റെ പൊന്നടാവേ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും മനുഷ്യൻ. കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ശരി. നിലവിലെ പവർ ടീമിന് അഭിനന്ദനങ്ങൾ. എന്റെ ടീമും വേണം, എനിക്ക് എന്റെ സുഹൃത്തും വേണം. ടീമും വേണം, സുഹൃത്തും വേണം. അത് കൊള്ളാം. കളിച്ചേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കളിച്ചത് എങ്ങനെയാന്ന്? നന്ദന കേൾക്കാൻ വേണ്ടിട്ടാണ് ഈ പറയണതെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ? നന്ദന ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാൻ 2 വഞ്ചി കാലിട്ട് നിൽക്കുന്നവളാണ്. ജിൻഡോ അത് പോട്ടെ മോളെ, അത് പോട്ടെ. എടാ ഇവര് നമ്മളെക്കാൾ എന്താ പറയാടാ? എന്ത് സ്ലാങ്ങാണ് പോയത്. ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ വരുന്ന നോക്ക്. നീ 2 വഞ്ചിലും കാലത്ത് നീ 2 വഞ്ചിലും. നാണമുണ്ട് അതിന്, നാണം. ഒരു അല്പുളിപ്പ് വന്നപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഭഗവതി ശക്തി തരൂ. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു എപ്പോഴും. ആദ്യമേ
എന്റെ പൊന്നടാവ്, എനിക്ക് എപ്പിസോഡ് കണ്ടിട്ട് തന്നെ സഹിക്കണില്ല. 24/7 ഒക്കെ കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം. നിനക്ക് ഇത് പറ്റി നിന്റെ അടുത്ത് വന്നപ്പോഴും നീ എന്നോട് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, അല്ലാത്തപ്പോൾ ഗബ്രിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സദാമാനമായില്ല. നീ എന്നോട് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, എക്സ്ട്രാ സ്വീറ്റ് ആയിരുന്നു. ഇവിടെ കളിച്ച ജാസ്മിന് ഗബ്രി കളിയിൽ അവിടെ തോൽപ്പിച്ച എന്റെ വിഷമാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായ? ജാസ്മിൻ ഇവന് നാണുമില്ലടേ. ഞാൻ പോവില്ല, ഒച്ചെടുക്കണെങ്കിൽ നീ എന്നോട് ഒച്ചെടുത്ത. ഗെയിമിന്റെ സമയത്ത് ജാസ്മിന് ഗബ്രി ആട്ടി ഓടിക്കായിരുന്നു. ഒരു പട്ടിയുടെ വില പോലും കൊടുത്തത് ഞാൻ കണ്ടില്ല. ഗെയിമിന് ശേഷം ജാസ്മിനെ നീ മുത്തടഞ്ഞി, പൊളി അടഞ്ഞി, അടിപൊളി അടഞ്ഞി, സൂപ്പറാണ്. എനിക്ക് രാത്രി തന്ന ചായക്ക് താങ്ക്സ്. ജാസ്മിൻ ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങാൻ പോയപ്പോ നോറയോട് പറഞ്ഞു, നോറ നീ എനിക്ക് രാത്രി തന്ന ചായക്ക് താങ്ക്സ്. ആരെ കാണിക്കാനാ അവൾ ഈ ഡ്രാമ കളിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും. ആരെ കാണിക്കാനാ ഇവൾ ഈ ഡ്രാമ കളിക്കുന്നേ? ലക്ഷ്മി, അത് ഡ്രാമയല്ല കേട്ടോ. എനിക്കറിയാത്. എന്ത്? എനിക്കറിയാം. എടേ, ഈ റോഡിൽ കൂടെ പോണ വള്ളി മൊത്തം ഇങ്ങോട്ട് കയറ്റിക്കോളാന്ന് ഇവള് വല്ല നേർന്നിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും. നല്ലത് ആരും ബോധിപ്പിക്കാനോ അല്ല. കൊണ്ടിരിക്കുന്ന സ്ത്രീത് എനിക്ക് പോ ശല്യങ്ങളെ പുല്ല് മനുഷ്യന് ഉറങ്ങാനും സമയത്ത് എനിക്ക് ബെഡിലാണ്ടായി പോയി. സംഭവം തന്നെയാണ് ഇതും. മനസ്സിലാക്കാൻ പറ്റെങ്കിൽ മനസ്സിലാക്കേ. എടേ, ഇവർക്ക് ഉറക്കൂല്ലേ? രാത്രി 2:30 3:30 കണ്ടായില്ല. സോറി പല രീതി. രശ്മി ബി ലൈക്ക്, ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്, ഇവളോട് മിണ്ടണ്ടായിരുന്നു. എല്ലാം ഡ്രാമ അടി. ശ്രീതു, എന്ത് പറ്റി നിനക്ക്? നിന്റെ ഡ്രാമ മാത്രമല്ല. അല്ല ശ്രീതു, നീ ആ രശ്മിന്റെ അടുത്ത് അധികം ഇരിക്കണ്ടാട്ടാ. അവളുടെ കൈ പോണതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടണില്ല. രശ്മിന്റെ ഡ്രാമ, നോറയുടെ ഡ്രാമ. ഇവളടിച്ചിട്ടുണ്ടാ? നീ ഡ്രാമ, അവള് ഡ്രാമ, ഞാനും ഡ്രാമ. ഡ്രാമകൾ നിറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് 47 റിയാക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 48 നമുക്ക് നാളെ കാണാം. അതുവരെ